ഓക്കെ സർ. വിനീതയുടെ മരണം ഒരു സാധാരണ ആത്മഹത്യയല്ല സർ. അതിന്റെ പിന്നിലും എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ലോക്കൽ പോലീസിനെ മുൻനിർത്തി എന്തായാലും നമ്മുടെ രീതിയിൽ കൂടി ഒരു അന്വേഷണം നടത്തണം. നിങ്ങൾ രണ്ടുപേരും വിനോദിനൊപ്പം തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാകും സർ. പക്ഷേ ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലാവുമെന്ന് ഉറപ്പില്ല. പ്രദീപിന്റെ വീട്ടുകാര് വളരെ സ്വാധീനവും സമ്പത്തും ഉള്ള ആൾക്കാരാ. അന്വേഷണം അവർക്ക് അനുകൂലമായ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. കേസ് ആരൊക്കെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ജേഡിയുള്ളിടത്തോളം കാലം അത് നടക്കില്ലെന്ന് എനിക്കറിയാം. ജേഡി വിചാരിച്ചാൽ സത്യം കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. ഞാൻ പറയാം സാറേ, കുറച്ചു നാളായി വിനീതയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അയ്യോ, പല കാര്യങ്ങൾക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാ അവള് പ്രതികരിച്ചോണ്ടിരുന്നത്. എന്ത് കാര്യത്തിനാ ചിരിക്കുന്നേ, എന്ത് കാര്യത്തിനാ കരയുന്നേ, ദേഷ്യപ്പെടുന്നേ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. എന്തായി പറയുന്നത്? ഡോക്ടറെ കാണിച്ചിരുന്നോ? പല പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞതാ, പക്ഷെ അവള് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഡോക്ടറെ കണ്ടില്ല. സാറേ, ഇവരീ പറയുന്നതൊക്കെ നുണയാ സാറേ. എന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവരെല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ കൊന്നതാ. നിങ്ങളോട് ചോദിക്കുമ്പോ മറുപടി പറഞ്ഞാ മതി, അല്ലാതെ ഇങ്ങോട്ട് കയറി സംസാരിക്കണ്ട. സാറേ, ഞങ്ങളെ കൊച്ചിനെ കുറിച്ച് അപവാദം പറഞ്ഞ ഞങ്ങൾ കേട്ടിരിക്കണോ സാറേ? എന്ത് ന്യായമാണ് സാറേ അത്? നിങ്ങളോടല്ലേ പറഞ്ഞത്? ഇവരാ ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇവരെന്താന്ന് വെച്ചാ പറയട്ടെ. നിങ്ങൾ പറഞ്ഞോ. ആ പാവം പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ വീട്ടിലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ വലുതായിട്ട് തോന്നും, മറ്റുള്ളവർക്ക് അവരുടെ. അതെ, ഓരോ വീട്ടിലും പെൺകുട്ടികൾ അനുഭവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. അതൊക്കെ ശരിയാ. പക്ഷെ ഈ ദുർഗയും കിരണും എന്ത് ഭാവിച്ചാ ഓരോന്ന് ചെന്ന് ഇടപെടുന്നത്? അവരതിനെന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറയുന്നത്? ഒരു പ്രശ്നം വരുമ്പോ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്? ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചുകൊണ്ട് അവരേത് കാര്യത്തിൽ ഇടപെട്ടാലും അത് നമ്മളെ കൂടി ബാധിക്കും. ചാനലുകൾക്കും മറ്റും ദുർഗയും കിരണും ആരും അല്ലായിരിക്കും. പക്ഷെ ഇന്ദ്രപ്രസ്ഥം എന്ന പേര് അവർക്ക് വിലയുള്ളൊരു സബ്ജക്ട് തന്നെയാ. അത് ചന്ദ്രമതി പറഞ്ഞതിൽ കാര്യമുണ്ട്. ആസിഡ് കുടിച്ച കേസെന്നൊക്കെ പറയുമ്പോ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്ന ഒരു സംഭവമല്ലേ ഇത്? ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ? ഓ, നിനക്ക് പിന്നെ ദുർഗയും കിരണും എന്ത് ചെയ്താലും അതിലൊന്നും തെറ്റ് തോന്നില്ലല്ലോ. സത്യം പറഞ്ഞാ നിന്റെ ഈ സപ്പോർട്ട് തന്നെയാ അവരുടെ ധൈര്യം. അതെ. അയ്യോ, ദുർഗയുടെ സ്വഭാവം എന്നെ പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. എവിടെയെങ്കിലും ആളാവാൻ ഒരു അവസരം കിട്ടിയ അതൊന്നും അവള് പാഴാക്കാറില്ല. ഇപ്പൊ ആശുപത്രി ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. എങ്ങനെയെങ്കിലും അവരുടെയൊക്കെ മുന്നിൽ വലിയ എന്തോ ആണെന്ന് കാണിക്കണം. അവൾക്ക് പറ്റിയൊരു കെട്ടിയോനും. ഇതൊന്നും ഇവരാരും അംഗീകരിക്കില്ല വസുമതി. സ്വന്തം വീട്ടുകാരെക്കാൾ പൂർണിമയ്ക്കും മഹിയേട്ടനും വിശ്വാസം അവര് രണ്ടുപേരും തന്നെയാ. ഇതിലിപ്പോ വിശ്വാസത്തിന്റെയും വിശ്വാസക്കേടിന്റെ കാര്യമൊന്നുമില്ല. മനുഷ്യത്വപരമായ ഒരു കാര്യം അത് അവർ ചെയ്തത്. അതിൽ മറ്റെന്തെങ്കിലും ലാഭമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ചെറിയച്ഛന്റെ അഭിപ്രായം തന്നെ എനിക്കും. മറ്റൊരാൾക്കൊരു പ്രശ്നം വരുമ്പോ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് കരുതി മാറി നിൽക്കുന്നതാണ് ശരിക്ക് സ്വാർത്ഥത. ആ വീട്ടിൽ സംഭവിച്ചത് നാളെ എന്റെ വീട്ടിലും സംഭവിക്കാന്ന് കരുതി ആ വിഷമത്തിൽ പങ്കു ചേർന്നിട്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് ശരി. അതൊക്കെ മനസ്സിലാവണമെങ്കിലേ അല്പമെങ്കിലും മനുഷ്യത്വം വേണം ഉള്ളില്. പ്രദീപേ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി നമുക്കെതിരെ കേസൊന്നും വരാതെയും നിയമ നടപടികൾ ഇല്ലാതെയും നോക്കണം. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ഞാനേ ആ ലീലയോട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറയാം. നീ ആ ഫോൺ എടുത്ത് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റിക്കേ. ലീലേ, ഓ നീ മുറി വൃത്തിയാക്കിയോ? ഇല്ല, എന്നോടൊന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞിരുന്നു. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ ഞാൻ. ആ മുറി ക്ലീൻ ചെയ്ത് പഴയതുപോലെ ആക്ക്. ശരി.